ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അപ്പൊ എന്റെ പേരെന്താ? പൊൻകുന്നം സദാശിവൻ. ആ പൊൻകുന്നം തൽക്കാലം അങ്ങ് വിട്ടേക്ക്. സദാശിവൻ മാത്രം എടുത്താ മതി. സദാശിവൻ ആരെന്നറിയാമോ? സംഹാരത്തിന്റെ ദൈവം, സാക്ഷാൽ മഹാദേവൻ. നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്നേ. ഭയപ്പെടാനൊന്നുമില്ല. ഫസ്റ്റ് സ്റ്റേജാണ്. ട്രീറ്റ്മെന്റ് ചെയ്താൽ മാറാവുന്നതേ ഉള്ളൂ. ശേഖരൻ സാറ് വർമ്മ സാറിന് പറഞ്ഞൊന്ന് മനസ്സിലാക്കണം. നീ ഇത് കേട്ടൊന്നും പേടിക്കാതെ. എന്റെ മോളവിടെ പോലീസ് കസ്റ്റഡിയിലല്ലേ. ഇപ്പൊ എനിക്ക് അസുഖം ഉണ്ടാവാൻ കാരണം അതാ. ഇത് നീ ആരോടും പറയണ്ട. എന്റെ ദൈവമേ, എന്റെ ഏട്ടനെന്തെങ്കിലും പറ്റിയാൽ. അവിടെ നിൽക്കണം. മാറിക്ക്. വേണ്ട വേണ്ട വേണ്ട. ഇനി എന്റെ ഋതുവിനെ തൊട്ടു പോരുത് രാജു. വേണ്ട. തൊട്ടാ നിന്നെയൊക്കെ കാച്ചിക്കളയും ഞാൻ. മരിക്കണോടി നിനക്കൊക്കെ. നീ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കുന്നോടാ. മിണ്ടരുത് നായെ. നീ ആണോടെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ? ആ കൊലക്കേസ് എന്റെ ഋതുവിന്റെ തലയില് നിങ്ങൾ കെട്ടിവെക്കുമെന്ന് എനിക്ക് ഉറപ്പായി. അതുകൊണ്ടാ ഞാൻ കൂട്ടക്കൊല നടത്താൻ പോകുന്നത്. ആദ്യം പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നാണക്കേടായ പരമ റാസ്കലായ നീ തന്നെ. അതിനുശേഷം നിന്റെ കൂട്ടുകാരായ അതെ ഇവരോരോരുത്തരെയും. നീ ആരോട് നിർദ്ദേശപ്രകാര എന്റെ ഭാര്യയെ പിടികൂടിയതും കൊലക്കുറ്റം കെട്ടിവെക്കാൻ നോക്കുന്നു? എത്ര കോടി രൂപ കൈക്കൂലി വാങ്ങിച്ചിട്ടാ നീ ഇങ്ങനെ ചെയ്യുന്നേ? നിന്നെ ഡിപ്പാർട്ട്മെന്റിന് ഇനി വേണ്ട. നിന്റെ കഥ ഇന്ന് ഞാൻ തീർക്കും. നീയൊക്കെ ഏത് സ്റ്റേഷനിലെ പോലീസാടി? പറടി, അല്ലെങ്കിൽ തലക്കെട്ട് ഞാൻ പൊട്ടിക്കും. പിന്നെ പറടി. സാറിനെ പോലെയുള്ള പോലീസുകാർക്ക് വേണ്ടി ഇതുപോലെയുള്ള ഉപകാരങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഗുണ്ടകളാ ഞങ്ങള്. ഞാൻ കുമരക രമണി. ഞാൻ വരട്ടുപാറ തങ്കമണി. ഋതു, ഇവര് നിനക്ക് തന്നതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കണ്ടേ? ഓ, ആ അടിയുടെ വേദന മാറട്ടെ. ചെല്ല്, കൊടുക്ക. അയ്യോ അയ്യോ. നിർത്തില്ലടാ. അനീതി അക്രമം കാണിക്കുന്ന നിന്നെ പോലുള്ള പോലീസുകാരെ ഇനി ഞങ്ങൾക്ക് വേണ്ട. എന്റെ ജന്മം തൊലഞ്ഞോട്ടെ, പക്ഷെ നിന്നെ ഞാൻ കൊല്ലും. ഞാൻ CI ചന്ദ്രഭാനു ആണെങ്കിൽ നിന്നെയും ഇവളെയും എന്നേക്കുമായി കാരാഗൃഹത്തിൽ അടയ്ക്കും. താൻ ആരോടോ? യമധർമ്മനോ?
സർ. ഞാൻ ആരാണെന്ന് തനിക്ക് മനസ്സിലായോടോ? മനസ്സിലായി സർ. ആരാ ഞാൻ? പറയടോ. ഹോം മിനിസ്റ്റർ. അപ്പൊ എന്റെ പേരെന്താ? പൊൻകുന്നം സദാശിവൻ. ആ പൊൻകുന്നം തൽക്കാലം അങ്ങ് വിട്ടേക്ക്. സദാശിവൻ മാത്രം എടുത്താ മതി. സദാശിവൻ ആരെന്നറിയാമോ? സംഹാരത്തിന്റെ ദൈവം, സാക്ഷാൽ മഹാദേവൻ. തന്നെ സംഹരിക്കാൻ വേണ്ടിയാ ഞാൻ ഇങ്ങോട്ട് അവതരിച്ചത്. കേരളത്തിൽ എല്ലാവരും ബഹുമാനിക്കുന്ന ആദരണീയനായ വിദ്യാഭ്യാസ മന്ത്രിയാണ് പ്രതാപവർമ്മ സാർ. അദ്ദേഹം കയറി വന്നൊരു കാര്യം പറഞ്ഞിട്ട് താൻ അനുസരിച്ചില്ല. എന്നാ പിന്നെ തന്റെ വകുപ്പിന്റെ പരമാധികാരിയായ ഞാൻ തന്നെ ഇങ്ങോട്ട് വന്നേക്കാവെന്ന് വിചാരിച്ചു. തന്റെ വിളയാട്ടം അറിഞ്ഞ CM ആണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. നല്ലവരുടെ ഈ സംസ്ഥാനത്ത് തന്നെ പോലുള്ള കീടാണുക്കൾ ഇനി വേണ്ട. സർ, അത് ശബ്ദിക്കരുത്. ഒരക്ഷരം മിണ്ടി പോരുത്. താൻ ആരുടെയൊക്കെ കൽപ്പനകളാണ് ഇവിടെ നടപ്പാക്കുന്നതെന്ന് എനിക്ക് നല്ലോണം അറിയാം. ഞങ്ങൾ ഇവിടെ ഭരിക്കുമ്പോ അത്തരത്തിലുള്ള ഒരു പരിപാടി ഇവിടെ അനുവദിക്കില്ല. കോടികളുടെ കോൺട്രാക്റ്റും കൊട്ടേഷനും അല്ലേ ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ സംശുദ്ധനായ രാഷ്ട്രീയ നേതാവും മിനിസ്റ്ററുമാണ് പ്രതാപവർമ്മ സാർ. അദ്ദേഹത്തിന്റെ മകളെയും മരുമകനെയും ഒരു കൊലക്കേസിൽ കുടുക്കി തനിക്ക് ജയിലിൽ അടയ്ക്കണമല്ലേ? തൽക്കാലം ആ മോഹം അങ്ങ് മാറ്റിവെച്ചേക്ക്. ഇവിടെ കോടതി ഉണ്ടല്ലോ. കോടതി തീരുമാനിക്കും ഋത്തിക്ക കൊലപാതകയാണോ അല്ലയോ എന്ന്. മനസ്സിലായോ? എന്താണോ ഒന്നും മൊഴിയാത്തത്? താൻ വലിയ പരാക്രമിയാണല്ലോ. എന്താ മറുപടി ഒന്നുമില്ലേ? ഇതെന്താടോ? ഇത് പോലീസ് സ്റ്റേഷനാണോ അതോ ഗുണ്ടാ വിളയാട്ട കേന്ദ്രമാണോ? ഇവരെല്ലാം പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ളതാണോ? ചോദിച്ച കേട്ടില്ലേ? ഇവരെല്ലാം ഈ പോലീസ് സ്റ്റേഷനിലുള്ളവരാണോ എന്ന്? അല്ല സർ. ആ, അപ്പൊ ഗുണ്ടകളാ. ഇവരെല്ലാം കസ്റ്റഡി എടുക്ക. സർ. ഞങ്ങളാരും നിയമം വിട്ടൊന്നും ചെയ്യാറില്ല. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് നിയമാനുസൃതം തന്നെയാണ്. ഇതൊരു സ്പെഷ്യൽ കോർട്ട് ഓർഡറാണ്.